ഇതുപോലെ തന്നെയല്ലേ സഹോദരിമാരെ, സഹോദരന്മാരെ, സയ്യിദുനാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിലും ആനുകൂല്യങ്ങളുണ്ട്, ആഖിറത്തിൽ ചെന്നാലും മക്കൾ നന്നായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ആനുകൂല്യങ്ങളുണ്ട്. കേടുവന്നാൽ ബാപ്പക്കെതിരെ ഉമ്മക്കെതിരെ നമ്മുടെ മക്കൾ സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മക്ബറയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ഖബർസ്ഥാനിയിൽ ഒരാളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിനുള്ളിൽ ഭയങ്കര ശിക്ഷ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മക്ബറയിലൂടെ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ സുബ്ഹാന ജല്ല ജലാലു ഒരു ഭയങ്കര അത്ഭുതം. നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്ന സബാനിയാക്കളായ മലക്കൾ ഉണ്ടായിരുന്ന ഈ ഖബറിൽ ആരില്ല, റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. ഭയങ്കര സന്തുഷ്ടമായ ജീവിതം. നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്ന ആളെ റഹ്മത്തിന്റെ മലക്കുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈസാ നബിക്ക് സംശയം, എന്തിപ്പോ ഇവിടെ ഖബറിൽ എത്തിയ സമയം നിസ്കരിച്ചോ, ഖബറിൽ എത്തിയ സമയം നോൽമ്പ് പറ്റോ, എന്തിപ്പോ ഇവിടെ ഉണ്ടായി? പടച്ചറബിനോട് ചോദിക്കുകയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ പടച്ചറബ് പറഞ്ഞ എന്താണ്, ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ എത്രയോ തെറ്റുകൾ ചെയ്ത മനുഷ്യനാണ്, അതുകൊണ്ട് ശിക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഈ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ നല്ല രൂപത്തിൽ വളർത്തി 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 മതപഠനം, മതവിദ്യാഭ്യാസം പഠിക്കാൻ സമയമായ സമയത്ത് എന്ത് നല്ല പോലെ പഠിക്കാൻ വേണ്ടി ഒരു ഗുരുനാഥനെ ഏൽപ്പിച്ചു ഈ ഉമ്മ. അങ്ങനെ ഗുരുനാഥന്റെ മുന്നിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫഖ്റുദ്ദീൻ റാസി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് തഫ്സീറിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പഠനത്തിന് തുടക്കം കുറിച്ചപ്പോൾ അതിന് കാരണക്കാരനായ ഉപ്പയെ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷിക്കുന്നത് ഞാൻ ലജ്ജിച്ചു പോയി. കാരണം കാരണക്കാരനാണ്. എന്തിപ്പോ കാരണം? സംഗതി എന്തായാലും ഉപ്പ കാരണമാണല്ലോ. സംഗതി ഇപ്പിമ്പാടെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മോൻ ഉണ്ടാവണമെന്ന്. മോൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ ചിലപ്പോൾ പെട്ടു എന്നറിയില്ല ചിലപ്പോൾ ചില ആൾക്കാർ. ഞാൻ വിചാരിച്ചിട്ട് ചെയ്യണു. എന്നാൽ ഈ രൂപത്തിലാണ് ഒരു നിലക്കും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഉണ്ടായ കുട്ടിയായിരിക്കാം. എന്നാൽ പോലും അതിന് കാരണമായത് ഈ പിതാവല്ലേ. ഈ പിതാവിനെ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷിക്കുന്നത് ഞാൻ ലജ്ജിച്ചു പോയി, അതുകൊണ്ടാണ് ശിക്ഷ നിർത്തിയത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദുനാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്ക് ഇതുപോലെ മക്കളില്ലേ? മക്കൾ മുഖേന നമുക്ക് രക്ഷ കിട്ടണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ എന്നല്ലേ? നിങ്ങളെ നരകത്തെ കാത്താൽ പോലെ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നരകത്തിന് തൊട്ട് കാക്കണമെന്നാണ് ആര് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടല്ലേ സമയമില്ല, സമയക്കുറവ് ഭയപ്പെടുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി വേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ നന്നായി കിട്ടണം, ദുആ വേണം. മക്കൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കൾ നന്നാവണം. കാരണം നമ്മെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? നിസാഉക്കും ഹർസുൽ ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് കൃഷിസ്ഥലമാണ്. കൃഷി ചെയ്യണമെങ്കിൽ കൃഷിസ്ഥലം ശുദ്ധമായിരിക്കണം, ഇറക്കുന്ന വിത്ത് നന്നാവണം. നമ്മുടെ കൃഷിസ്ഥലം ഭാര്യമാരാണ്, ഭാര്യമാര് നന്നാവണം. നാം ഇറക്കുന്ന വിത്ത്, ഭർത്താക്കന്മാരാണല്ലോ വിത്തിറക്കുന്നത്. നല്ല വിത്തിറക്കിയാലല്ലേ അതിൽ നല്ലത് വിളവെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ കൃഷിസ്ഥലം നന്നാവണം, നാം ഇറക്കുന്ന വിത്ത് നന്നാവണം. ആദ്യം നമ്മൾ ശരിയാവണം. നമ്മൾ എന്ത് നിസ്കാരവും ഇല്ല, ജമാഅത്തും ഇല്ല, ഒന്നുമില്ലാതെ വെറും കുതിരകളിയാണെങ്കിൽ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളൊക്കെ അല്ലാഹു തആല നന്നാക്കി തീരുമാറാവട്ടെ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരാൾ വന്നു, ഒരു വാപ്പ വന്നു. വാപ്പാന്റെ പരാതി എന്താ? റസൂലുള്ളാഹിനോട് പറയണേ, നബിയെ ഇവൻ അനുസരിക്കണില്ല. അല്ല, ഉമർ റളിയല്ലാഹു പറയണേ, ഉമർ തങ്ങളെ ഇവൻ എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ബാപ്പ മോനെ പറ്റി പറയണേ. മോൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഞാൻ അനുസരിക്കില്ല, ശരി തന്നെയാണ്. ബാപ്പാരോട് എനിക്ക് ബാധ്യതകളുണ്ട്, പക്ഷെ മക്കളോടും ബാധ്യതകളില്ല ബാപ്പാർക്ക്. ആണ്ട് ബാധ്യതകളുണ്ട്. എന്തൊക്കെയാന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എണ്ണാൻ തുടങ്ങി. ആദ്യമായി ഉമ്മ നന്നാവണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മോൻ പറഞ്ഞു, എന്നാ അത് എൻ്റെ വാപ്പ പാലിച്ചിട്ടില്ല, ഏതോ ഒരാളെ കൂടെ ചാടിപ്പോയ ആളെയാണ് ബാപ്പ് കല്യാണം കഴിച്ചത്. ആ വിഷയത്തിൽ ഒരു വരുത്തിയിട്ടില്ല, സംഗതി വരുത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഈ രൂപത്തിലായെന്നാണ് മോൻ പറയുന്നത്. രണ്ടാമതായി മകൻ പറയുന്നത്, ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമ്മ നന്നാവണമെന്ന് പുറമേ നല്ല പേര് നൽകണം, നല്ല പേര് നൽകണം. അത് പറഞ്ഞപ്പോ ഈ മകൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വാപ്പട്ട പേര് ഒരു ബിംബത്തിൻ്റെ പേരാണ്,
എൻ്റെ ഉമ്മട്ട പേര് ബാപ്പട്ട പേര് ബിംബത്തിൻ്റെ പേരാണ്. ആ വിഷയത്തിലും എന്നോട് പാലിക്കേണ്ട വിഷയം ആര് പാലിച്ചിട്ടില്ല? എൻ്റെ വാപ്പ പാലിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം, ശർഈയായിരുന്ന അറിവ് പഠിപ്പിക്കണം. ആ സമയത്ത് മകൻ പറയുന്നു വലം യുഅല്ലിംനീ ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു അക്ഷരം പോലും എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. കണ്ടോ നിങ്ങൾ, 3 പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ രാത്രിയിൽ ജനങ്ങൾ സുഷുപ്തിയിലാകുന്ന സമയത്ത്, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും പാവപ്പെട്ടവനെ ശ്രദ്ധിച്ചില്ല എന്ന കംപ്ലൈന്റ് വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നാട് ചുറ്റാറുള്ള സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലർക്കും അറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവൻ ശ്രദ്ധിച്ചില്ല എന്ന് കംപ്ലൈന്റ് വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പല സ്ഥലത്തും ഇറങ്ങി നടക്കാറുണ്ട്. ഒരിക്കൽ നടന്നു പോയപ്പോഴല്ലേ അതാ ഒരു ചെറ്റക്കുടിലിൽ നിന്ന് തീയൂതി കത്തിക്കുന്നു. ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ, ഭക്ഷണം പാകം ചെയ്യാൻ ഗോതമ്പില്ലാത്തതിൻ്റെ പേരിൽ വെറും കലങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഉമ്മ വിളിച്ചു പറയുന്നുണ്ട് കത് വഫല അമീറുൽ മുഅ്മിനീന അന്നാ, മുഅ്മിനീങ്ങളുടെ അമീർ ഞങ്ങളെത്ര ശ്രദ്ധിക്കാതെ പോയോ, അമീർ ശ്രദ്ധിക്കാതെ പോയല്ലോ എന്ന വിഷയം പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇത് കേൾക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വാതിക്കൽ മുട്ടിയിട്ട് ഉമറാണെന്നറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ വിഷമം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത വിവരം ഉമർ അറിയുമോ? നിങ്ങൾ ഈ വീട്ടിൽ ഇരിക്കുന്നത് ഉമർ അറിയില്ലല്ലോ. അപ്പൊ ഉമ്മ തിരിച്ച് മെസ്സേജ് ചെയ്യുന്നത് എന്താണ്? യതവല്ല ഉമൂറന വഹുവ ഗാഫിലുൻ അന്നാ, ഞങ്ങളെ കാര്യം ഏറ്റെടുത്തിട്ട് ഞങ്ങളെ കാര്യം അറിയില്ല എന്നാണോ പറയുന്നത്? രാജിവെച്ചുകൂടെ എന്ന സ്വരത്തിൽ ഉമ്മ സംസാരിക്കാൻ തുടങ്ങി. അവിടെ നിന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നേരെ ചൊവ്വേ വീട്ടിലേക്ക് വന്നു. അങ്ങനെ യഥാ അല്പം ഗോതമ്പ് മാവും എണ്ണയും എടുത്തു വന്ന് അതെ ഈ പരിസരത്ത്, ഈ ചെറ്റക്കുടലിന്റെ പരിസരത്ത് കല്ല് കൊണ്ടുവന്ന് തീയൂതി കത്തിക്കുകയാണ്. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്ലുകൾ കൊണ്ടുവന്ന് തീയൂതി കത്തിക്കുകയാണ്. താടിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ പുക വരുന്നു. ഭൗതിക തീയിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തീയൂതുന്നത് എന്തിനു വേണ്ടിയാണ്? നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് നരകത്തിൽ കടക്കാതെ രക്ഷ കിട്ടാൻ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീയൂതി കത്തിക്കാണ്. ഇതേപോലെ നടന്നു ചെന്നപ്പോഴല്ലേ ഒരു പെണ്ണിനോട് ഉമ്മ പറയുന്നു, കൊട്ടകത്തെ കറന്നെടുക്കുന്ന പെണ്ണാണ്, പാലിൽ വെള്ളം ചേർക്കണം, പാലിൽ വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു ഉമ്മാനോട്, അത് നമ്മളെ ഖലീഫ വിലങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഉമ്മ പറഞ്ഞു, ഖലീഫ പാതിരാക്ക് വെള്ളം ചേർത്താൽ ആരറിയാനാണ്? പാലിൽ വെള്ളം ചേർത്തിട്ട് പാലിനും വെള്ളത്തിനും കൂടെ ഒരേ വിലക്ക് വിൽക്കുകയാണ്, ഇത് ഉമർ അറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഈ പെണ്ണ് പറയുന്നു ഉമർ അറിയില്ല എന്ന കാര്യം ശരിയാണ്, ഉമർ അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ അള്ളാഹു അറിയുമല്ലോ. ഈ പെണ്ണിന്റെ ആത്മാർത്ഥ തഖ്വ കണ്ടിട്ട് ഉമർ ഖത്താബ് തങ്ങൾ തൻ്റെ കൂടെയുള്ള അസ്ലമിനോട് പറഞ്ഞു, ഈ വീട് മാർക്ക് ചെയ്യണം കേട്ടോ പറഞ്ഞു. വീട് മാർക്ക് ചെയ്തു. പാതിരാ സമയത്ത് വീട്ടിലേക്ക് ചെന്നു. പിറ്റേന്ന് പറഞ്ഞു, അസ്ലമിനോട് പറഞ്ഞു, ആ വീട്ടിലൊന്ന് ചെല്ലണം, ചെന്നിട്ട് ആ പെൺകുട്ടി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന സമയത്ത് പെണ്ണ് കല്യാണപ്രായം ആയിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല. സംഗതി പാവപ്പെട്ട പെണ്ണാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷം അടക്കി വെക്കാൻ കഴിയുന്നില്ല. കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല, വിവാഹിതയല്ലാത്ത പെണ്ണാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിലേക്ക് ചെന്നു. തൻ്റെ മകനായ അബ്ദുല്ലാഹി ഉമർ തങ്ങൾ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ എന്ന കുട്ടിയുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് എന്ന കുട്ടിയുണ്ട്. അസ്ലമി എന്ന കുട്ടി, ആസിം എന്ന കുട്ടിയുമുണ്ട്. ഈ കുട്ടികളോടൊക്കെ പാടെ സംസാരിച്ചു. നല്ലൊരു പെൺകുട്ടിയുണ്ട്. പക്ഷെ ഇന്ന് പറയും പോലല്ല. ബാപ്പ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചു, എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ ബാപ്പേറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബടി മക്കളൊച്ചപ്പാടുണ്ടാകും. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമെന്ന്. കാരണം അത്രക്കും കല്യാണം കഴിക്കാൻ പറ്റിയ പെൺകുട്ടിയാണ്. കാരണം
അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും? അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉണ്ട്, എനിക്ക് കെട്ടിക്കൂടെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു പെണ്ണുണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ എന്ന കുട്ടിനോട് ചോദിച്ചു, മൂപ്പരും പറയും എനിക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആസിം എന്ന കുട്ടി പറഞ്ഞു, ഉപ്പാന്റെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. ആരുടെ മകനാണ്? ഖലീഫയുടെ മകനാണ്. ആസിമാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഖലീഫയുടെ മകൻ കല്യാണം കഴിക്കാണ്. പെണ്ണിന്റെ മനസ്സ് കണ്ടതിൻ്റെ പേരിൽ, സ്വഭാവം തഖ്വ കണ്ടതിൻ്റെ പേരിൽ, അതേ ദുന്യവിയായിരിക്കുന്ന കാര്യങ്ങൾ, ദുന്യവിയായിരിക്കുന്ന ജീവിതത്തിൽ പടച്ചറബിനെ പേടിച്ചതിൻ്റെ പേരിൽ, അതേ പാലിൽ വെള്ളം ചേർക്കാൻ കൂട്ടാക്കാതിരുന്ന ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടായ ഒരു പെണ്ണുണ്ടായി. ആ പെൺകുട്ടിക്കുണ്ടായ മകനാണ് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ. കണ്ടങ്ങൾ, അപ്പോൾ വിത്ത് നന്നായാൽ അതിൽ നിന്നുണ്ടാകുന്ന വിളവ് നന്നാകും. അപ്പോൾ ആദ്യം നമ്മൾ നന്നാവണം, മാതാപിതാക്കൾ നന്നാവണം, പിന്നെ അവർക്ക് വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പടച്ചവനോട് എപ്പോഴും ദുആ ചെയ്യണം. മാത്രമല്ല പഠിക്കുന്ന സമയത്ത് അവർ ശർഈയായിരിക്കും. ഇപ്പം ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും, നമ്മളെ പള്ളിയിലും എല്ലായിടത്തുണ്ട്, 2 വിദ്യാഭ്യാസം പഠിക്കാൻ പറ്റിയതായിരിക്കുന്ന അവസരങ്ങളുണ്ട്. ഒന്നും മുടങ്ങൂല. പഴയ കാലത്തൊക്കെ അങ്ങനെ ഞങ്ങളൊക്കെ 6ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോയതാ, സുബീസ്കരിച്ചേക്കിട്ട് പോയിക്കൂടി ഞങ്ങളൊക്കെ. പിന്നെ SLC പറഞ്ഞ് 7ാം ക്ലാസ്സും കൂടി പൂർത്തിയാക്കാൻ നിന്നിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, 10ഉം +1ഉം +2ഉം അതൊക്കെ ദർസിൽ തന്നെ പഠിക്കാൻ സൗകര്യമുണ്ട്. ഞാൻ അതും കഴിഞ്ഞിട്ട് കോളേജ് പോണേ വരെ, കുറച്ചൊക്കെ കുറേ മുമ്പ് അൽഫി മുത്തൽമീനും വരെ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ അതുമില്ല. കോളേജ് പോയാലും പിന്നെ ഏത് തീരുന്നില്ല, ഭൗതികം തീരുന്നില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, 2 വിദ്യാഭ്യാസം. അങ്ങനെ ഒരു സൗകര്യം നമുക്കുണ്ടായിട്ട് നമ്മുടെ കുട്ടികളെ എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല? പഠിപ്പിക്കാതിരുന്നാൽ, ശർഈയായിരിക്കുന്ന അറിവ് കൊടുക്കാതിരുന്നാൽ, ഇന്ന് വാർത്തകൾ കേട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മുടെ മക്കളും നന്നാവണം. അതേപോലെ ഈ സദസ്സുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മക്കളെയും സദസ്സിൽ കൊണ്ടുവരണം. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് മക്കളെയും കൊണ്ടുപോകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.